ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പ്രിൻസ് ടി വി എസിൻ്റെ മുന്നിലാണ്. അപ്പോൾ അഭിഷേക് സാറുണ്ട് ഈ വാഹനത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ. നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. സാറേ, വണ്ടിനെ പറ്റിയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയാണ് വരുന്നത്? നമുക്ക് റേഞ്ച് വരുന്ന 179 കിലോമീറ്ററാണ് എക്കോ മോഡൽ. കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ അതേ കിലോമീറ്റർ തന്നെ കസ്റ്റമറിന് കിട്ടുകയും ചെയ്യും. അതേപോലെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്? ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 3 കിലോ വാട്ടിൻ്റെ ഇതാണ് ചാർജറാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 9.2 കിലോ വാട്ട്സ് ആണ്. 9.2 കിലോ വാട്ട്സ്. അതെ, നമ്മുടെ വണ്ടിയാണ് ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ സമയം എടുക്കുന്നത്. 0 to 80% ആവാൻ വെറും 2.4 മണിക്കൂർ മതി. 0 to 100 ആവാൻ 3.5 മണിക്കൂർ. അതും നമ്മുടെ ബാക്കി കോമ്പറ്റീഷൻ്റെ കാട്ടിലും നല്ല കുറവിലായിട്ടാണ് ചാർജ് ആവുന്ന സമയം എടുക്കുന്നത്. ടയർ നമ്മൾ ഐസ് വണ്ടി, അതായത് നമ്മൾ എഞ്ചിനുള്ള വണ്ടി നോക്കി 8 ഇഞ്ച് ടയറാണ് ഉള്ളത്. നമ്മുടെ ഈ വണ്ടിയിലൊക്കെ 12 ഇഞ്ച് റേഡിയൽ ടയറാണ് വരുന്നത്. നമ്മൾ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് കസ്റ്റമർ കംഫർട്ട് കിട്ടാനും കൂടുതൽ ലൈഫ് എടുക്കാനായിട്ടാണ് ആ ടയർ കൊടുക്കുന്നത്. മോട്ടർ നമ്മുടെ ടി വി എസിൻ്റെ സ്വന്തം മോട്ടർ തന്നെയാണ്. നമ്മൾ മാനുഫാക്ചറിങ് ഒരിടത്തും വാങ്ങുന്നതല്ല, നമ്മുടെ സ്വന്തം പവർ ട്രെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന മോട്ടറാണ്. മോട്ടറിൻ്റെ ഇതേ റേഞ്ചാണ് വരുന്നത്. 3 കിലോ വാട്ട്സ് പവർ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. 40 ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്ക് കൊടുക്കും. ആ ഉണ്ട്. നമ്മുടെ ഓക്സിലേറ്റർ ബാറ്ററി വർക്ക് ചെയ്യുന്ന 12 വോൾട്സിലാണ്. ഡിസിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആയിട്ടുള്ള സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ബാക്കി കൊടുക്കും. നമ്മൾ മെയിൻ ബാറ്ററി വോൾട്ടേജ് വരുന്നത് 48ഓളം. MCU VCU. അതായത് ഏട്ടാ, നമ്മളിപ്പോൾ കാണുന്ന വണ്ടിയില്ലേ, ഈ വണ്ടിയിൽ എന്തൊക്കെയുണ്ടോ, അതായത് താഴത്തെ ഓക്സിലറി ബാറ്ററി ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ 6 വർഷം വാറണ്ടിയിൽ കവേർഡാണ്. 6 വർഷം വാറണ്ടി അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ കവേർഡാണ്. മോട്ടർ ആയാലും MCU VCU ബാറ്ററി ഉൾപ്പെടെ ചാർജർ ഉൾപ്പെടെ ഈ റേഞ്ചിനകത്ത് വരുന്നതാണ്. നമ്മൾ വണ്ടിയുടെ ചാർജർ ഓൾറെഡി 2.5 സ്ക്വയർ mm തിക്നെസ്സിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ നമ്മുടെ ഡീലർഷിപ്പിൽ തന്നെ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യങ്ങളായിട്ട്. കറക്റ്റായിട്ട് നമ്മൾ ഡീലർഷിപ്പിലെ കസ്റ്റമേഴ്സ് ഒരു ഇലക്ട്രീഷ്യനെ വീട്ടിലോട്ട് അയക്കും. അവിടെ MCB ELCB അസംബിൾ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ കൊടുക്കാറില്ല. നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയുന്ന വെച്ചാൽ 4 സ്ക്വയർ mm വയറിനോ അതിൻ്റെ 4 മുകളിൽ ഉപയോഗിക്കാനുള്ള വയറിംഗ് ആണ് വീട്ടിൽ ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നത് ഓൾറെഡി. അതെ, ELCB MCB കറക്റ്റായിട്ട് പ്രോപ്പർ ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ബാക്കി കാര്യങ്ങൾ അത് നോക്കിക്കോളും. അതെ, ഷോറൂമിൽ നമ്മളിപ്പോൾ വണ്ടിയുടെ പ്രൈസ് പറയുന്നില്ല. ആ പ്രൈസിൽ ഇൻസ്റ്റലേഷൻ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൈസ് പറയുന്നത്. വേറെ എക്സ്ട്രാ പൈസ ഒന്നും ചോദിക്കുന്നില്ല. 3,23,000 സംതിങ് ആണ്. 23,000 അല്ല, എവറിത്തിങ് ഓൺ റോഡ് പ്രൈസ് വിത്ത് ഇൻസ്റ്റലേഷൻ ആണ് ഈ പ്രൈസ് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, OEMസിൽ ഏറ്റവും ഫസ്റ്റ് കൊടുത്തത് നമ്മൾ മാത്രമാണ്. കമ്പനി തന്നെ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഇപ്പോൾ EVക്ക് വേണ്ടിയിട്ടാണ് ഈ കോപ്പർ ബെസൽ നമ്മൾ കൊടുത്തേക്കുന്നത്. EVക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. റെഗുലർ ഐസോണ്ടിക്ക് കോപ്പർ ബെസലോ TVS കോപ്പറോ നമ്മൾ കാണിച്ചിട്ടില്ല. ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ LED ലൈറ്റ് ഉണ്ട്. രണ്ടാമത് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ സ്മാർട്ട് ടെക്സ് കണക്ട് എന്ന സ്റ്റിക്കറോടെ നമ്മളൊരു ബ്ലൂടൂത്ത് ഫീച്ചർ ഉണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് 26 ആയിട്ടുള്ള കണക്റ്റഡ് ഫീച്ചേഴ്സാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ക്ലസ്റ്റർ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഇൻ കേസ് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ആകുമ്പോഴത്തേക്കും ഇവിടെ വെൽക്കം റൈഡറിന് പകരം വെൽക്കം അഭിഷേക് എന്ന് പറഞ്ഞ പേര് കാണിക്കും. ആരെങ്കിലും വിളിക്കാനുള്ള കാണിക്കും. ടേൺ ബൈ ടേൺ നാവിഗേഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഇതിൽ മെസ്സേജ് പറഞ്ഞാൽ കാണിക്കും. ബാറ്ററിയുടെ ലൈഫ്, ഫോണിൻ്റെ ബാറ്ററി റേഞ്ച് എല്ലാം ഇവിടെ തന്നെ കാണിക്കും. ബാക്കി നമുക്ക് ചാർജറും ഓരോ ഓപ്ഷൻസും സർവീസ് റിമൈൻഡേഴ്സ് എല്ലാം കാണിക്കും. ഓൾമോസ്റ്റ് 26 ഫീച്ചേഴ്സ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും കസ്റ്റമർ ഫ്ലീറ്റായിട്ട് എടുക്കണം, അതായത് ഒരേ കസ്റ്റമർ ഒരു 10-20 വണ്ടി മേടിച്ചിട്ട് അവർ ഓടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആ ഓണറിൻ്റെ കയ്യിൽ ആപ്പിൽ അവർക്ക് മനസ്സിലാവും ആ ഓരോരോ വണ്ടി എവിടെയാണ്, എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെ നമ്മൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് കൊടുക്കുന്ന ഫീച്ചറാണിത്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ LED ലൈറ്റ് പറഞ്ഞ പോലെ ബാക്കിൽ LED ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ബ്രേക്ക് ലൈറ്റും LED ആണ്, ഇൻഡിക്കേറ്റേഴ്സും ഇതാണ്, ബ്രേക്ക് ലൈറ്റും എല്ലാം LED ആണ് കൊടുത്തേക്കുന്നത്. വേറൊരു സ്പെഷ്യൽ നമ്മൾ എന്താ പറയണമെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് തെഫ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള ചാർജറാണ്. ഇവിടെ
നമ്മളിപ്പം കള്ളന്മാർക്ക് അടിച്ചുകൊണ്ട് പോകാൻ ചാർജ് ചെയ്യുന്ന സമയം നമുക്ക് താക്കോൽ തുറന്നാൽ മതി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കമ്പയർഡ് ടു അതർ വെഹിക്കിൾസ്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ടംബിൾ സീറ്റ് എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഏതെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കറക്റ്റായിട്ട് മറിച്ചിട്ടിട്ട് നമ്മളൊരു കാർ ഉപയോഗിക്കുന്ന ലാഘവത്തോടെ അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഈ സീറ്റിൻ്റെ ഇവിടുത്തെ ബാക്കിൽ ബെൽറ്റ് ഊരാണെങ്കിൽ നമുക്ക് ടംബിൾ ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടേക്ക് ആക്കാൻ പറ്റും. അതുമല്ലാണ്ട് 2 ഫീച്ചേഴ്സ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കയറ്റം കയറുമ്പോഴത്തേക്കും ജസ്റ്റ് നിർത്തുകയാണെങ്കിൽ വണ്ടി ഹാഫ് ക്ലച്ച് നിൽക്കണ പോലെ അങ്ങ് നിന്നോളൂ. നമ്മൾ ബ്രേക്കും ചവിട്ടേണ്ട ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട 3 മിനിറ്റാണ് ഹിൽ ഹോൾഡിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. റീജൻ ബ്രേക്കിംഗ് വന്നിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള ബ്രേക്ക് പെഡൽ ഉപയോഗിക്കാണ്ട് നമുക്ക് റീജൻ ഉപയോഗിച്ച് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മാക്സിമം റേഞ്ച് നമ്മളെ വണ്ടിക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യുക. നമുക്ക് കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.